എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വഴിയാധാരം കണ്ടേ ഞാൻ എങ്ങനെ പോകും ഈ നാട്ടിൽ നിന്ന് ഒന്ന് പറഞ്ഞേ. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ 2 പെൺപിള്ളേരാണ്. ഞങ്ങളെ കാശ് കിട്ടിയാൽ എൻ്റെ കൊച്ചിൻ്റെ കാശ് മേടിച്ച് കൊടുത്താൽ മതി. എനിക്കല്ല, എനിക്ക് ഇന്നാ നാളെ ഉള്ളൂ. വിഷമിക്കുക, ഓരോ വീടുകൾ തപ്പി തപ്പി ഓരോരുത്തരോട് ചോദിക്കുക. കാശില്ലാത്തതുകൊണ്ട് ആരും തരുന്നില്ല ഞങ്ങൾക്ക്. ബാങ്ക് ജീവനക്കാരി ഞങ്ങളോട് പറഞ്ഞ പട്ടി ഷോ കാണിക്കാൻ വന്നതാണ്. ഈ പട്ടി ഷോ എന്തുവാണ് ഇതിൻ്റെ അർത്ഥം? 6 ലക്ഷം രൂപ നൽകി വീട് ഒറ്റിക്കെടുത്ത കുടുംബം ഒടുവിൽ പെരുവഴിയിലായി. നൽകിയ പണവുമില്ല, ഒടുവിൽ പെരുവഴിയിൽ കിടക്കേണ്ട അവസ്ഥയും. കോട്ടയം ചങ്ങനാശ്ശേരി മുക്കാട്ടുപടി സ്വദേശിയായിട്ടുള്ള അനൂപിനും കുടുംബത്തിനുമാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ വീടിന്റെ ഉടമസ്ഥയായ സ്ത്രീ ബാങ്കിൽ നിന്ന് ഈ ഭൂമി പണയപ്പെടുത്തിയെടുത്ത വായ്പ തിരിച്ചടയ്ക്കാതെ വന്നതോടുകൂടി ബാങ്ക് ഈ ഒരു വീട് ജപ്തി ചെയ്യുകയായിരുന്നു. ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അനൂപിന്റെ കുടുംബത്തിന്റെ വസ്ത്രങ്ങൾ പോലും എടുക്കാൻ സമ്മതിക്കാതെയാണ് ബാങ്ക് വീട് പൂട്ടി സീൽ ചെയ്തത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്താണെങ്കിലും ഈ കുടുംബം, അനൂപും ഭാര്യയും പ്രായമായ അമ്മയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ 4 ദിവസമായി പെരുവഴിയിലാണ്. ഞങ്ങൾ ഈ വീട് 1.5 വർഷം മുമ്പാണ് ഒറ്റയ്ക്കെടുത്തിരുന്നത്. വായ്പ ഉണ്ടെന്ന് അവരന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. വായ്പ അടയുന്നുണ്ട്. എനിക്ക് ഗവൺമെൻറ് ജോലിയാണ്, ഗവൺമെൻറ് ടീച്ചറാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ സാലറി തന്നെ ഇത് കട്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന് അവർ ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, പറഞ്ഞിരുന്നു. ഇതിന്റെ ഉടമയുടെ പേരെന്താണ്? സീബ MS. സീബ അവർ അധ്യാപികയാണ്. ചങ്ങനാശ്ശേരി മുഹമ്മദ് UP സ്കൂൾ അധ്യാപികയാണ് അവർ. വായ്പ തിരിച്ചടവ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ തൊട്ട് മുടക്കി. പിന്നെ അവർ അത് അടയ്ക്കാതെ വന്ന് ബാങ്കുകാർ ഇവിടെ കയറാൻ തുടങ്ങി. സീബ അടയ്ക്കുന്നില്ല, ഇപ്പോൾ ഇവരുടെ താമസിക്കുന്നതൊക്കെ ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങൾക്കപ്പോൾ അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവരെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവർ ഫോൺ എടുക്കുമോ, ഞങ്ങളുടെ ഫോൺ കട്ടാക്കി കളയുന്നു. പിന്നീട് ബാങ്കുകാർ പറഞ്ഞു ഞങ്ങൾ എന്തായാലും അടുത്ത് ഞങ്ങൾ നടപടികൾ സ്വീകരിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇവർ ഭിത്തി മൊത്തം നോട്ടീസുകൾ ഒട്ടിക്കാൻ തുടങ്ങി. ആ നോട്ടീസുകൾ ഒട്ടിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞങ്ങൾ സീബായെ കോൺടാക്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ ഫോണിൽ കൂടെ സംസാരിക്കാനൊക്കെ നോക്കിയിട്ട് അവർ നമ്മളോടൊന്നും പറയുന്നില്ല. എനിക്കിപ്പോൾ അടയ്ക്കാൻ നിർവാഹമില്ല, എൻ്റെ പൈസ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ പൈസ അതാ, നിങ്ങൾ ബാങ്ക് അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പൈസ തരുവാണെങ്കിൽ ഞങ്ങളങ്ങ് മാറില്ല. ഞങ്ങൾ എന്തിനാ ഇത് അനുഭവിക്കുന്നത്? ഞങ്ങൾക്ക് പറ്റത്തില്ല, ബാങ്ക് ഇങ്ങനെ കയറുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. എൻ്റെ അടയ്ക്കാൻ നിർവാഹമില്ല, എന്തായാലും ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിരന്തരം ഞങ്ങളോട് ഇങ്ങനെ തന്നെ പറയുന്നത്. പിന്നെ എപ്പോഴും ഫോണൊന്നും വിളിച്ചാൽ അവരെടുക്കത്തേ ഇല്ല. ഈ 21-ാം തീയതി തിങ്കളാഴ്ച വന്നു. ഉച്ചയായപ്പോഴത്തേക്ക് ചേട്ടൻ ചോറിനാൻ വന്ന സമയം, പണിക്ക് പോയിട്ട് ചോറിനാൻ വന്ന സമയത്തായിരുന്നു. ചോറ് ചോറിനകത്ത് കൈയിട്ടപ്പോഴത്തേക്ക് നിങ്ങൾ ഇറങ്ങി തന്നേ പറ്റൂ, പ്രായമായ അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഭാര്യ പോലീസുകാരൻ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങി തന്നേ പറ്റൂ. ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ, അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞാനും ഭർത്താവും എൻ്റെ 2 പെൺകുട്ടികളും പ്രായമായ അമ്മയും. സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ സാധനങ്ങളടക്കമാണ് ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്. സാധനങ്ങളൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല. ചേട്ടനോട് പോലീസുകാരൻ വന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇറങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും കൂടുതൽ ഭീഷണിപ്പെടുത്തണം. ഞങ്ങൾ ചോദിച്ചു നോട്ടീസ് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ആ നോട്ടീസൊന്നും ഇല്ല, ഞങ്ങളെ നോട്ടീസ് അവരൊന്നും കാണിച്ചില്ല. ഞങ്ങൾ ജപ്തി ചെയ്യാൻ പോകാമെന്നോ അങ്ങനെയൊന്നും കാണിച്ചില്ല. അങ്ങനെ പറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർ അടുക്കള തൊട്ട് ലോക്ക് ചെയ്ത് ഞങ്ങളുടെ ചോറ്, ഞങ്ങൾ കഴിച്ചിരുന്ന ആഹാരം, കഴിച്ചുകൊണ്ടിരുന്ന വെച്ച ആഹാരം, അതെല്ലാം അടക്കമാണ്. അവർ അടുക്കള തൊട്ട് ലോക്ക് ചെയ്ത് വന്ന് ഞങ്ങളെ ഈ ഹാളിലോട് തള്ളി അവരിറക്കി. മക്കളുണ്ട്, 2 പെൺകുട്ടികൾ. അവരുടെ വസ്ത്രം, അവരുടെ പുസ്തകം, യൂണിഫോം, പിന്നെ ഒരു പൂച്ച, അതിനെ അടക്കമാണ് ഇതിനകത്ത് അടച്ച് കൂട്ടിയിട്ടിരിക്കുന്നവർ. അത് ചത്തോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട്, ഇപ്പുറത്തേക്ക് അമ്മ പറയുന്നു അത് ജനലിനകത്തോടെ ഇങ്ങനെ വിളിച്ചിങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഇന്നലെ വരെ അതിന് അനക്കം ഉണ്ടായിരുന്നു, അത് ചത്ത് കിടക്കുവാണോന്നും അറിയത്തില്ല. പൂച്ചയ്ക്ക് ആഹാരമില്ല, അതിന് വെളിയിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെ അവരങ്ങ് എല്ലാ സൈഡിൽ കൂടെയും പൂട്ടിക്കളഞ്ഞു. ഇപ്പം നിങ്ങൾ നിലവിലപ്പോൾ താമസിക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ്? ഞങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഒരു ചേച്ചി ഇവിടുന്ന് ഒരു 8 മണി ആയപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കണ്ട് ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെയും കൊണ്ടൊരു ചേച്ചി പറഞ്ഞാൽ അവിടെ കൊണ്ട് വീട്ടിൽ അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്ര നാളും താമസിക്കും. ഞങ്ങൾക്ക് ഒരു വീടെടുക്കാനുള്ള നിർവാഹം പോലും ഇനിയില്ല. ഞങ്ങൾക്ക് ആരും വാടകയ്ക്കും വീട് തരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പൈസ ഇല്ലെന്ന് അവർക്കറിയാം. ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കാനും ഇല്ല, വാടക കൊടുക്കാനും ഞങ്ങൾക്ക് ഇപ്പോൾ കാശില്ലാതായി. കയ്യിലുണ്ടായിരുന്ന 6 ലക്ഷം രൂപയാണ് ഞങ്ങൾ ഇവർക്ക് കൊടുത്തത്. ഇപ്പം ഞങ്ങൾക്ക് സെക്യൂരിറ്റി പൈസ കൊടുക്കാനും ഇല്ല, അതുപോലെ തന്നെ വാടകയും കൊടുക്കണ്ടേ. 5000 രൂപ 6000 രൂപയ്ക്ക് താഴ്ന്ന വീടുകളൊന്നുമില്ല. നല്ലൊരു വീടില്ലെങ്കിൽ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ്? അവരുടെ സ്കൂളിൽ എല്ലാം കിടക്കുക. അവർക്ക് പഠിക്കാൻ ഇപ്പം 3-4 ദിവസമായിട്ട് അവർ സ്കൂളിലും പോകുന്നില്ല. ഞങ്ങൾക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസയും കിട്ടണം, ഈ പൂട്ടിയിട്ടേക്കുന്ന സാധനവും ഞങ്ങൾക്ക് കിട്ടണം.
അത് ഞങ്ങൾ എവിടെയെങ്കിലും പൊക്കോളാം, ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ടി ഞങ്ങൾക്ക് കേസ് കളിക്കാനും പൈസ ഇല്ല, അതുപോലെ തന്നെ വക്കീലിന് കൊടുക്കാനും ഞങ്ങളുടെ നിർവാഹമില്ല. അപ്പോൾ ഇതിൻ്റെ പുറകെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോലിക്ക് പോയെങ്കിലേ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയൊക്കെ ഞങ്ങളെ ഈ വാർത്ത കേൾക്കുന്ന മാധ്യമപ്രവർത്തകരും ചാനലുകാരും എല്ലാവരും കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാൻ വേണ്ടി ദയനീയമായിട്ട് ഞങ്ങളെ രക്ഷിക്കണം. അതല്ലാതെ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. കടക്കാടമില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നേ. ചോറ് കൈയിട്ടിട്ട് ആ ചോറ് പോലും എൻ്റെ മോനെ തീറ്റിച്ചില്ല. പോലീസുകാർ തൃക്കൊടുത്താനം പോലീസ് വന്ന് എൻ്റെ മോനെ അടിക്കാൻ ചെന്നു. അത് കണ്ട് പേടിച്ച് ഞാൻ ആ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങി. നേരത്തെ അവർ കതവ് പൂട്ടി. അങ്ങനെ സംഭവിച്ചത്. അവർ ഇറങ്ങുന്നു പറഞ്ഞ് തള്ളി ഇറക്കിയാണ് ഞങ്ങളെ. അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാൻ, ഞങ്ങളെ കാശ് കിട്ടിയാൽ എൻ്റെ കൊച്ചിൻ്റെ കാശ് മേടിച്ച് കൊടുത്താൽ മതി. എനിക്കല്ല, എനിക്ക് ഇന്നോ നാളെയേ ഉള്ളൂ. എൻ്റെ ജീവിതം അതല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വഴിയാധാരം കണ്ടേ ഞാൻ എങ്ങനെ പോകും ഈ നാട്ടിൽ നിന്ന് ഒന്ന് പറഞ്ഞേ. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ട് പെൺപിള്ളേരാണ്. രണ്ട് പെൺപിള്ളേരാണ് അവന് ദൈവം കൊടുത്തത്. അവനെങ്ങനെ രക്ഷപ്പെടും? അതാണ് എപ്പോഴും എൻ്റെ ഉറക്കത്തിലോട്ട് ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് വെള്ളം ഇറങ്ങുന്നില്ല. എനിക്ക് നെഞ്ചത്ത് വേദന വരിക എപ്പോഴും. എനിക്ക് വെള്ളം ഇറങ്ങുന്നില്ല. എനിക്ക് തലകറക്കം വരിക. ഞാൻ ഇതുങ്ങളോട് പറയുകയില്ല. ഇവർ വിഷമിക്കും. ഓരോ വീടുകൾ തപ്പി ഓരോരോട് ചോദിക്കുക. കാശില്ലാത്തതുകൊണ്ട് ആരും തരുന്നില്ല ഞങ്ങൾക്ക്. അവർ വീട് പോലും തരുന്നില്ല, ആരും തരുന്നില്ല. ഞങ്ങൾ 3-4 ദിവസമായിട്ട് ഞങ്ങൾ വീട് നോക്കി നടക്കുക. അവന് പണിക്ക് പോകാൻ പോലും ഒക്കത്തില്ല. 4 ദിവസമായി അവൻ പണിക്ക് പോയിട്ട് അവന്റെ സാധനം വരെ പണിസാധനം വരെ ഈ പെരക്കാത്തിരിക്കുക. താങ്കൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ വെൽഡിങ്ങിന്റെ പരിപാടിയാണ്. ഈ വീട്ടുടമ നിങ്ങൾ വിളിക്കുമ്പോൾ ഇപ്പൊ ഫോൺ പോലും എടുക്കുന്നില്ലേ? ഇല്ല, ഇപ്പം ഞങ്ങൾ ഇതിനു മുമ്പും പൈസയുടെ കാര്യങ്ങൾ ചോദിച്ച് വിളിക്കുമ്പോഴൊന്നും ഫോണും എടുക്കത്തില്ല, ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കത്തുമില്ല. പൈസയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് വിൽക്കട്ടെ, ഇത് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാനെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് ഈ അവസ്ഥ ഞങ്ങളെ ഈ വഴിയിൽ ഇറങ്ങേണ്ട അവസ്ഥയിലായിട്ട് ഉത്തരവാദിത്വം മൊത്തം ആ സ്ത്രീക്ക് തന്നെ. അവരിപ്പോഴും നമ്മുടെ ചങ്ങനാശ്ശേരി മുഹമ്മദ് സ്കൂളിലെ UP സ്കൂളിലെ ടീച്ചറായിട്ട് ജോലിയുണ്ട് ഇപ്പോഴും. അവർക്ക് ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ പൈസ നമുക്ക് കിട്ടണ്ടേ. അല്ലാതെ ഞാൻ കൂലിപ്പണി എടുത്ത് ഞാൻ കഴിയുന്നത്, എൻ്റെ മെഷീനും സാധനങ്ങളും എല്ലാം ഇതിനകത്തിരിക്കുക. അവർ ബാങ്കുകാർ വെച്ച് പൂട്ടിയിരിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിലാക്കി തീർത്തിരിക്കുക, പെരുവഴിയിലായ അവസ്ഥ. ഇന്നലെ ഞങ്ങൾ വേറൊരു ചേച്ചിയുടെ വീട്ടിലെ, ഇന്ന് ആ ചേച്ചിയുടെ ഭർത്താവ് തന്നെ സുഖമില്ലാതെ കിടക്കുക. ആ വീട്ടിലൊക്കെ എത്ര ദിവസമാണ് ഞങ്ങൾ കഴിയുന്നത്? ഞങ്ങളെല്ലാം ഇവിടെ ആ അമ്മയുടെ കരച്ചിൽ കേട്ടോണ്ട് ഞങ്ങളെല്ലാം ഓടി വന്നേ. ഇവിടെ അവരെ പിടിച്ചിറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ഒച്ചത്തിൽ കരഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഓടി വന്നപ്പോഴത്തേക്ക് ബാങ്ക് ഉദ്യോഗസ്ഥ ഞങ്ങളോട് പറഞ്ഞാണ്, നിങ്ങൾ ഒക്കെ ഇടപെടേണ്ട കാര്യമില്ല, ഞങ്ങളുടെ പ്രോപ്പർട്ടി ആയത് നിങ്ങൾക്കൊക്കെ പറയേണ്ട കാര്യങ്ങളില്ല എന്നവർ തീർത്തും ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ബലമായിട്ട് പോലീസുകാർ ഇറക്കി വിടാൻ നോക്കിയിട്ട് ഞങ്ങളന്ന് ഇറങ്ങിയില്ല. ഞങ്ങളവിടെ നിൽക്കുകയായിരുന്നു. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി അവരുടെ 6 ലക്ഷം രൂപ നിങ്ങളെങ്ങനെങ്കിലും കൊടുത്തിട്ട് അവരെ ഇറക്കി വിടുക. അവരുടെ സ്ഥിതിഗതികൾ 1.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ കുഞ്ഞുങ്ങളുടെയൊക്കെ കാതും കഴുത്തും എല്ലാം പറിച്ച് ഈ 6 ലക്ഷം രൂപ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു ഇവർ. പിന്നെ അവരുടെ ദിവസം കൂലിപ്പണിക്ക് പോകുന്ന ആളല്ലേ, എങ്ങനെ പിന്നെ അവർ കഴിയും? അങ്ങനെ അന്ന് മുതൽ ഇവർ ഒരേ തിണ്ണെ കിടക്കുക. ഇങ്ങനെ എത്ര നാൾ ഇവർ കിടക്കും? ഒരു 2 പെൺപിള്ളേർ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്, 15ഉം 14ഉം ഒക്കെ വയസ്സുള്ള പിള്ളേരെ കൊണ്ട് ഇവർ എത്ര നാൾ ഒരേ തിണ്ണയ്ക്ക് കിടക്കും? ഈ അമ്മ കണ്ടില്ലേ, പ്രായമുള്ളൊരമ്മ. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ വാർത്ത കേൾക്കുന്ന പിന്നെ നാട്ടുകാരാണേലും മന്ത്രിയാണേലും ആരാണേലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി അവരുടെ പൈസ കൊടുക്കട്ടെ. ബാങ്ക് ജീവനക്കാരി ഞങ്ങളോട് പറഞ്ഞ പട്ടി ഷോ കാണിക്കാൻ വന്നതാണ്. ഈ പട്ടി ഷോ എന്തുവാണ് ഇതിൻ്റെ അർത്ഥം? നമുക്കതൊന്നും അറിയത്തില്ല. ഞങ്ങളോട് അതുപോലെ തട്ടിക്കയറി വന്നു. അവർ ഇറക്കി വിടരുതെന്ന് പറഞ്ഞതിനാണ് അവർ ഈ പട്ടി ഷോ കാണിക്കില്ലെന്ന് പറഞ്ഞത്. പട്ടി ഷോ കാണിച്ചിട്ടങ്ങ് പോയാൽ മതിയോ നിങ്ങൾക്ക്? ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളോട് ഒരുപാട് ചൂടായി അവർ, പോലീസുകാരും ഒക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു, പോലീസുകാരാണേലും ബാങ്കുകാരാണേലും മനുഷ്യരല്ലേ, മനുഷ്യത്വം വേണ്ടേ? ഭക്ഷണത്തിൽ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബാങ്കുകാർ വന്ന് അവരെ ഇറക്കി വിടുന്ന ഒരവസ്ഥ വളരെ പരിതാപകരം, വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണത്. അത് നമുക്കൊന്നും കാണാൻ സഹിക്കത്തില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി, ഒരു പൂച്ചക്കുഞ്ഞ് ഇപ്പോൾ ആ വീടിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. കുട്ടികളുടെ പുസ്തകവും അതുപോലെ മറ്റുള്ള രേഖകളും അവരുടെ വീട്ടിൽ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും വീടിൻ്റെ അകത്താണ്. അതൊന്നും എടുത്ത് മാറ്റാൻ പോലുള്ള സാവകാശം ബാങ്കുകാർ കൊടുത്തിട്ടില്ല.
നമ്മുടെ ഈ രാജ്യത്തൊക്കെ എന്തൊക്കെയോ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും സാധുക്കളോടൊരു കരുണ കാണിക്കണമല്ലോ ബാങ്കുകാർ. അത് കാണിച്ചിട്ടില്ല. പക്ഷേ അത് നമുക്ക് വളരെ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അവരെ എങ്ങനെയും സർക്കാർ സഹായിക്കണം. ഇവർ കൊടുത്തിരിക്കുന്ന ഈ 6 ലക്ഷം രൂപ എങ്ങനെയും അവരിൽ നിന്ന് വസൂലാക്കി കൊടുക്കാനുള്ള സംവിധാനം. ഒരു ടീച്ചറാണെന്നാണ് പറയുന്നത്. ഇവർക്ക് ചതിവ് സംഭവിച്ചു. ആ പാവപ്പെട്ടവരുടെ പൈസ എങ്ങനെയും തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. പണം വാങ്ങി വഞ്ചിച്ചു എന്ന അനൂപിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ഈ വീട്ടുടമയായ സീബായ്ക്കെതിരെ ഇപ്പോൾ തൃക്കുടിത്താനം പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. മറ്റൊരു വീട് വാടകയ്ക്കെടുക്കാൻ പോലുമുള്ള പണം തങ്ങളുടെ കൈവശമില്ല എന്നുള്ളതാണ് അനൂപും കുടുംബവും പറയുന്നത്. അവരുടെ 2 പെൺമക്കളടക്കം ഇപ്പോൾ മറ്റു വീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. കോട്ടയം തൃക്കുടിത്താനത്ത് നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.